ഹലോ എവരിവൺ. ക്ലാസ് +2 പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ സാറ്റിൻ്റെ റിസൾട്ടാണ്. അപ്പം എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്ലാരിറ്റിക്ക് വേണ്ടി അവരെടുത്ത റിസൾട്ടിൻ്റെ ഒരു ഡെമോ എക്സ്പ്ലനേഷനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും ഈ കുട്ടീൻ്റെ അനലിറ്റിക്കൽ അബ്സ്ട്രാക്ഷൻ ആ റീസണിങ്ങിൻ്റെ ക്ലസ്റ്ററാണ് സ്ട്രോങ്. അതായത് അതിൽ ഉൾപ്പെടുന്ന ഒരു സാധനമാണ് അബ്സ്ട്രാക്ട് റീസണിങ്ങും ന്യൂമറിക്കൽ റീസണിങ്ങും. അതിൽ ഉൾപ്പെടുന്ന ഒരു മെക്കാനിക്കൽ റീസണിങ് നെഗറ്റീവാണ്, ദാറ്റ്സ് ഫൈൻ. പക്ഷേ ലാംഗ്വേജ് എക്സ്പ്രഷൻ ക്ലസ്റ്റർ ഉണ്ട്. ലാംഗ്വേജ്, വെർബൽ റീസണിങ്, ഇമോഷണൽ ആപ്റ്റിറ്റ്യൂഡ്, അത് 3 നെഗറ്റീവാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും ഈ കുട്ടി ഒത്തിരി ഭാഷ ഉപയോഗിച്ച് മനുഷ്യനെ ഒത്തിരി ഡീല് ചെയ്ത് നേതൃത്വ ഗുണം അങ്ങനെ വരുന്ന കുറേ കാര്യങ്ങളെക്കാളും ബെറ്റർ ആകുന്നത് അനലിറ്റിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നതാണ് എന്നൊരു കാര്യമുണ്ട്. ഇത്രയും മനസ്സിലായാൽ ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. അബ്സ്ട്രാക്ട് റീസണിങ്ങും ന്യൂമറിക്കൽ റീസണിങ്ങും നന്നായി പോസിറ്റീവാണ്. അബ്സ്ട്രാക്ട് റീസണിംഗ് എന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യത്തെ പറ്റി മുമ്പ് പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഒരു സാഹചര്യം കിട്ടിയാൽ ലോജിക്കലി ഡിറൈവ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പ്യുവർ സയൻസ്, റിസർച്ച്, തിയോളജി, ഫിലോസഫി, ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ. അതായത് നിങ്ങൾക്ക് തൊട്ടും കണ്ടും മനസ്സിലാകാതെ ലോജിക്കലി ഡെഡ്യൂസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി. ന്യൂമറിക്കൽ റീസണിംഗ് എന്ന് പറഞ്ഞാൽ കണക്ക് ചെയ്യാനുള്ളൊരു വേഗതയല്ല, ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ കിട്ടിയാൽ അതിൽ നിന്ന് പാറ്റേൺ കണ്ടുപിടിക്കാനുള്ളൊരു കഴിവ്. അപ്പോൾ ഇത് രണ്ടും കാണുമ്പോൾ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് മനസ്സിലാകുന്നത് ഈ കുട്ടി ഇപ്പം ഡാറ്റ അനലിറ്റിക്സ് പോലെയുള്ളൊരു കാര്യങ്ങൾ, പ്യുവർ സയൻസ് പോലെയുള്ളൊരു കാര്യങ്ങൾ, കമ്പ്യൂട്ടർ സയൻസ് പോലെയുള്ളൊരു കാര്യങ്ങൾ, സ്റ്റാറ്റിസ്റ്റിക്സ് പോലെയുള്ളൊരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ സ്യൂട്ടഡ് ആയിരിക്കാം. അതാണ് ഈ കുട്ടിയുടെ ഇൻഹറൻ്റ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അവരുടെ പാരൻസ് റേസ് ചെയ്തൊരു കാര്യമുണ്ട്. അപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോലെയുള്ളൊരു കാര്യങ്ങൾ പറ്റുമോ എന്നൊരു കാര്യം. നമുക്ക് കൃത്യമായി അതിന് ഫുൾ ക്ലാരിറ്റിയിൽ ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷേ സാറ്റിൻ്റെ ഡാറ്റ പ്രകാരം മെക്കാനിക്കൽ റീസണിങ് ഈ കുട്ടീൻ്റെ നെഗറ്റീവാണ്. അതായത് മെഷീൻസിനെ കണ്ട് കോറായിട്ട് സോൾവ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റിനേക്കാളും പുള്ളിയുടെ അബ്സ്ട്രാക്ഷനാണ് വർക്ക് ചെയ്യുന്നത് എന്നൊരു കാര്യമുണ്ട്. ആ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളതിനേക്കാളും കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആകുന്നത് കുറച്ചുകൂടെ കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അബ്സ്ട്രാക്ഷൻ ലെവലിൽ തലയിൽ ചിന്തിച്ച് ഉത്തരം കൊണ്ടിട്ട ഒരു കാര്യമാണ്. താങ്ക് യു സോ മച്ച്.